നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ADM ആയിരുന്ന ആത്മഹത്യ ചെയ്ത നവീൻ ബാബുവിനെ നമ്മൾ ആരും മറക്കില്ല. ഇത്തരത്തിൽ ചില ആളുകളുടെ പാർട്ടി നേതൃത്വത്തിലുള്ള ഉന്നതരായിട്ടുള്ള പല ആളുകളുടെയും സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും കേസ് നടക്കുകയാണ്. അന്ന് അദ്ദേഹത്തിന്റെ യാത്രയപ്പ് വേദിയിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി എത്തി PP ദിവ്യ എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ ചില പ്രസംഗം ഇല്ലാത്ത കുറെ കാരണങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച് അദ്ദേഹത്തെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ചില കുത്തുവാക്കുകൾ പറഞ്ഞ് ആ വേദിയിൽ തല കുമ്പിട്ടിരുന്ന നവീൻ ബാബുവിന്റെ മുഖം മലയാളികൾ മറക്കില്ല. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇതിപ്പോൾ പറയാൻ കാരണം ഇത്തരത്തിൽ വീണ്ടും കണ്ണൂരിൽ ഇത്തരത്തിലുള്ള ചില പാർട്ടി സഖാക്കളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക ഭീഷണിയും സമ്മർദ്ദവും മൂലമാണ് ഇപ്പോൾ ഒരാൾ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭീഷണി മൂലം തന്നെയാണ് എന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വരികയാണ്. ഇപ്പോൾ ഇലക്ഷനായി അതിൻ്റെ പല പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. കണ്ണൂർ കാങ്കോൽ ഏറ്റുകുടുക്കയിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് CPM ഭീഷണിയെ തുടർന്നാണെന്ന ആരോപണത്തിന് പിന്നാലെ ശബ്ദ സംഭാഷണങ്ങളാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും അനീഷ് ജോർജും തമ്മിലുള്ള ശബ്ദ സംഭാഷണമാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത്. ഈ സംഭാഷണത്തിൽ തനിക്ക് സമ്മർദ്ദമുണ്ടെന്ന് അനീഷ് ജോർജ് BLO വൈശാഖിനോട് പറയുന്നതും കേൾക്കാനായിട്ട് സാധിക്കും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പകരം CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഫോം വിതരണത്തിനായി അനീഷിനൊപ്പം പോയതെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. CPM അതിപ്രസരമുള്ള പഞ്ചായത്താണത്. അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും കോൺഗ്രസിനില്ല. അവിടെ CPM BLOമാരെ നിയന്ത്രിച്ച് കള്ളവോട്ട് ചെയ്യാറുണ്ട്. അതിന് സാഹചര്യമൊരുക്കാൻ BLO അനീഷ് ജോർജിനെ അവർ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം നൽകുകയായിരുന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രൻ അനീഷിനൊപ്പം വീടുകളിൽ ഫോം നൽകാൻ പോയിരുന്നു. രണ്ടാം ദിവസം DYFI നേതാവ് പ്രജോദൊപ്പം പോയി മാർട്ടിൻ ജോർജ് പറഞ്ഞു. ജോലി ഭാരമല്ല അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് പിന്നിൽ. അദ്ദേഹത്തെ CPM പ്രാദേശിക നേതൃത്വം ഭീഷണിപ്പെടുത്തിയത് കാരണമാണ് ആത്മഹത്യ ചെയ്തത്. CPM BLO റഫീഖാണ് അനീഷിനെ ഭീഷണിപ്പെടുത്തിയത്. ഇത് കാരണം SIR ഫോം വിതരണത്തിന് കോൺഗ്രസ് BLA ആയ വൈശാഖ് വരേണ്ടെന്ന് അനീഷ് ജോർജ് ഫോണിൽ വിളിച്ചു പറഞ്ഞു. വന്നാൽ CPM പ്രവർത്തകർ തടയുമെന്നും അനീഷ്. BLAയെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പരാതി നൽകുമെന്ന് വൈശാഖും മറുപടി പറഞ്ഞു. CPM BLA റഫീഖിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് മാർട്ടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ അനീഷ് ജോർജിന്റെ ആത്മഹത്യ വേദനാജനകമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതികരിച്ചിരുന്നു. സംഭവത്തിൽ CPMനെതിരെ ഗുരുതര ആരോപണമാണ് സണ്ണി ജോസഫ് ഉന്നയിച്ചത്. കോൺഗ്രസ് ബൂത്ത് ഏജന്റിനെ കൂടെ കൂട്ടിയതിന് CPIM BLAയെ ഭീഷണിപ്പെടുത്തി, കള്ളപ്പരാതി നൽകി ഭീഷണിപ്പെടുത്തി, ജോലി കളയുമെന്നും ഒരു ഭീഷണിപ്പെടുത്തി. ഇതിന്റെ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജോലി ഭാരവും CPMന്റെ ഭീഷണിയുമാണ് ആത്മഹത്യക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതിന് തെളിവായി അനീഷ് ജോർജും കോൺഗ്രസ് BLA വൈശാഖും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് മാർട്ടിൻ ജോസഫ് പുറത്തുവിട്ടത്. അതിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഇവരുടെ ഈ ഒരു സംഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനീഷ് ജോർജ് പറയുന്നത്, വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ വൈശാഖ് ആർക്കാണ് എതിർപ്പെന്ന് ചോദിക്കുന്നുണ്ട്. അനീഷ് മറുപടി നൽകുന്നത്, അതുകൊണ്ട് ഇന്ന് വരേണ്ട കേട്ടോ. വൈശാഖ് ചോദിക്കുന്നു, ആരാണ് എതിർപ്പാക്കുന്നത്? അനീഷ്, ഭയങ്കര പ്രശ്നമുണ്ട്, അവർ തടയുമെന്നെല്ലാം പറയുന്നു, പിന്നെ പറയാം ഞാൻ എന്നാണ് പറയുന്നത്. വൈശാഖ് അപ്പോൾ തിരിച്ചു മറുപടി പറയുന്നത്, അത് ശരിയല്ലല്ലോ, ഞാൻ BLAയും നിങ്ങൾ BLOയും അല്ലേ? അപ്പോൾ അനീഷ്, അതെ. അപ്പോൾ വൈശാഖ് ചോദിക്കുന്നത്, അപ്പോൾ പോകുമ്പോൾ എന്നെ വിളിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അനീഷിന് ഭയത്തോടു കൂടിയിട്ട് മറുപടി നൽകുന്നത്, അവർ കേൾക്കേണ്ടേ, അവർ എന്തെല്ലാമോ പറയുന്നുണ്ട്. വൈശാഖ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് പ്രശ്നം എന്താണെന്ന്. അപ്പോൾ പറയുന്നത്, പിന്നെ പറയാം, നേരിട്ട് പറയാം എന്നാണ്. ആ ഒരു കാര്യം എന്താണെന്ന് അനീഷ് പറയാൻ മടിക്കുന്നു. വൈശാഖ് പറയുന്നുണ്ട്, തടയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക, തടയും കുഴപ്പാക്കുമെന്നുമല്ലാണ് അവർ പറയുന്നതെന്ന് പറയുന്നുണ്ട്. പണിയെടുക്കാൻ വിടുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മുകളിൽ കംപ്ലൈന്റ് ചെയ്യൂ. എന്നോട് വരേണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല, തടയുമെന്ന് നിങ്ങളോടല്ലേ പറയുന്നുള്ളൂ. എന്നോട് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ അവരോട് പറഞ്ഞോളാം. BLAമാരെ കൂട്ടി നടക്കുന്നതിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങളല്ലേ കംപ്ലൈന്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, അതെ, പിന്നെ നിൽക്കാൻ കഴിയില്ല, അവരുടെ ഏരിയയല്ലേ എന്ന് പറയുന്നുണ്ട്. അതാണ് അവിടെ ഹൈലൈറ്റ്. കാരണം അവരുടെ ഏരിയയല്ലേ, CPMന് ഏറ്റവും പ്രാതിനിധ്യം
പ്രാതിനിധ്യമുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റുള്ള കോൺഗ്രസിന്റെ BLOയോട് വരാൻ പറയുന്നില്ല. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ തടയുമെന്ന് പറയുന്നു. ഒരുപക്ഷെ അനീഷിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെയായിരിക്കാം കോൺഗ്രസ് BLOയോടും അനീഷ് വരണ്ട എന്ന്, അതായത് ഈ വൈശാഖിനോട് വരണ്ട എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അനീഷ് മരിക്കുന്നതിന് മുൻപ് നടത്തിയിട്ടുള്ള ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത്. അതിനു മുൻപ് മാനസികമായി സംഘർഷത്തിലായിരുന്നു എന്നുള്ളതും ഈ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാണ്. ഏതായാലും നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊപ്പം SIR കൊണ്ടുപോകുന്നത് ദുരൂഹമാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. BLOമാർക്ക് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. BLOമാരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കണ്ണു തുറക്കാൻ ഈ പ്രതിഷേധം കാരണമാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. BLOയുടെ ആത്മഹത്യയിൽ ഗൗരവമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. മരണത്തിൽ CPIM പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നും നേതാക്കൾ അടക്കമുള്ളവരുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നും VD സതീശനും ആരോപിച്ചു. ജോലിഭാരവുമുണ്ട്, ജോലി ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. BJPയും CPIM ദുരുപയോഗം ചെയ്യുന്നു. കോൺഗ്രസ് വോട്ടുകൾ ചേർക്കാതിരിക്കാൻ നീക്കം നടക്കുന്നുവെന്നും BJPയിൽ 2 ആത്മഹത്യകൾ നടന്നെന്നും VD സതീശൻ ആരോപിച്ചു. അതേസമയം അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് കാരണം CPIM ഭീഷണിയാണെന്ന കോൺഗ്രസ് ആരോപണം തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോപണം അസംബന്ധമെന്നാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ അനീഷിന്റെ പിതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJPക്ക് സഹായകരമായ നിലപാടാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. കള്ളത്തരം പ്രചരിപ്പിച്ചാലാണ് ചില ആളുകൾക്ക് സമാധാനം ഉണ്ടാവുക. CPIM ഒരു കാരണവശാലും പാവപ്പെട്ട BLOമാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയില്ല, അതിന്റെ ഒരാവശ്യവുമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം എൻയുമറേഷൻ ഫോമുകളിൽ 22% ജോലി മാത്രമായിരുന്നു അനീഷിന് തീർക്കാനുണ്ടായതെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. ഇന്നലെ രാവിലെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അനീഷ് ജോർജിനെ ഫോണിൽ ബന്ധപ്പെടുകയും സഹായം ആവശ്യമുണ്ടോ എന്നും ചോദിച്ചിരുന്നു. എന്നാൽ ഇനി 50 ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നും അത് തനിച്ച് ചെയ്തോളാം എന്നായിരുന്നു മറുപടി. ജോലിയുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദമുണ്ടായിരുന്നില്ലെന്നും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലാ കളക്ടറുടെ വാദവും അനീഷിന്റെ കുടുംബം തള്ളിയിട്ടുണ്ട്. അനീഷ് ജോർജിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സംസ്കരിച്ചിരുന്നു. പള്ളിമുക്ക് ലൂർദ് മാതാ കത്തോലിക്ക പള്ളി സെമിത്തേരിയിലായിരുന്നു ചടങ്ങുകൾ. ജീവിതത്തിലെ നാനാ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലും പള്ളിയിലും എത്തിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പയ്യന്നൂർ MLA മധുസൂദനൻ, CPM നേതാവ് EP ജയരാജൻ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ബൂത്ത് ലെവൽ ഓഫീസറായി ജോലി ചെയ്യുന്നതിന്റെ സമ്മർദ്ദം അനീഷിനുണ്ടായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. വ്യക്തിപരമായ മറ്റു കാരണങ്ങളൊന്നുമില്ലെന്നും കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നുവെന്നും കുടുംബം പറയുന്നു. അതിനിടെയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അതടക്കം കൃത്യമായി അന്വേഷിക്കണം. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള CPM പ്രാദേശിക നേതാക്കളുടെ ഭീഷണി ഉണ്ടോ അനീഷിന്റെ മരണത്തിന് പിന്നിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ്.